നമുക്കൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്താലോ? വേണ്ടതൊരു കളർ പേപ്പർ, സിസർ, ഗ്ലൂ, വൈറ്റ് കളേഴ്സ്, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ്. ഇനി ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. വാ, ഇനി അവിടെ നമ്മുടെ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ അനുസരിച്ച് ഷേപ്പിലൊന്ന് വെട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കണേ. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വൈറ്റ് ടേപ്പ് വെച്ചാണ് ഒട്ടിക്കണം. നിങ്ങൾക്ക് ഏത് ടേപ്പ് വെച്ചെങ്കിലും വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡും ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇത്രയും ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഇത്തിരിയും കൂടി ചെയ്യുന്നുണ്ട്. ബാക്ക് ടേൺ ചെയ്ത് ഇതേപോലെ ഒരു സ്ക്വയർ ടേപ്പ് വൈറ്റ് ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് കളർ വെച്ച് ഈ ഒരു സ്ക്വയർ ഷേപ്പ് എടുത്ത സ്ഥലം ഒന്ന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് കളർ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ. ഇതെന്തിനാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോൺ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ഞാൻ സ്കെച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വരച്ചു കൊടുക്കാം എന്തെങ്കിലും. ഓക്കെ, വരയ്ക്കുകയോ എഴുതിയോ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ കൈകൾ ഇതേപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മാത്സ് കാൽക്കുലേഷൻസ് ഒക്കെ നമുക്കിതിൽ എഴുതി വെക്കാം. ഇങ്ങനെ 1 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മാത്സ് കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതല്ല, ഇടിക്കുന്ന ചാപ്റ്റേഴ്സിലെ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇപ്പോൾ 2 × 8 അങ്ങനെ എഴുതി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നോട്ട്ബുക്കിൽ തന്നെ ചെയ്യാൻ ഇത്തിരി മടിയുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചത് മാത്രം മതി. നല്ല ഈസിയിൽ മാറ്റാനും ചെയ്യാം കേട്ടോ. അപ്പം ശരി, ടാറ്റാ.